വാർത്തകൾ വായിക്കുന്നത് ഞാനും കേൾക്കുന്നത് നിങ്ങളും. പ്രധാന വാർത്തകൾ. വിക്ടോറിയസ് ക്രൈസ്റ്റ് ഏജ് ചീനിവിള 2025 VBS അതിമനോഹരമായി അവസാന നിമിഷങ്ങളിലേക്ക്. ഈ വർഷത്തെ VBS അതിമനോഹരമായി കുളമാക്കുന്നതിന് കോട്ടയത്ത് നിന്നും പെൻഗ്വിനുകളെ ഇറക്കുമതി ചെയ്ത് പാസ് വൈശ. സഭയെ 2 ചേരികളായി വിഭജിച്ച ഡയറക്ടേഴ്സ്, ടീം ഹൽക്കും ടീം ക്യാപ്റ്റൻ മാർവൽ. ബ്രെഡ് കടിച്ച യുവാവ് ആശുപത്രിയിൽ ചികിത്സ തേടി. ഗെയിമിനിടയിൽ ടീച്ചേഴ്സ് കസേര മാറ്റി ഏകദേശം 8ഓളം പെൺകുട്ടികൾക്ക് പരിക്ക്. മുട്ടക്കറിയിലെ കോഴിമുട്ട കാണുവാനില്ല, ബ്രദർ ജോബിൻ സംശയനിഴലിൽ. ആട്ടവും പാട്ടുമായി കുട്ടികളുടെ ഒപ്പം അധ്യാപകരും. വാർത്തകൾ വിശദമായി. വിക്ടോറിയസ് ക്രൈസ്റ്റ് ഏജ് ചീനിവിള 2025 VBS മെയ് മാസം 25-ാം തീയതി തിങ്കളാഴ്ച കൃത്യം 2 മണിക്ക് മാസ്റ്റർ പ്രൈസൻ പ്രാർത്ഥിച്ച് ആരംഭിച്ചു. 90-ൽ പരം കുഞ്ഞുങ്ങൾ VBSന് പങ്കെടുക്കുകയും VBS കളറാക്കുകയും ചെയ്തു. ഡോറാസ് VBSന്റെ ഈ വർഷത്തെ തീം അവഞ്ചേഴ്സ് എന്നായിരുന്നു. ഒത്തിരി ദൈവവചനങ്ങൾ കുഞ്ഞുങ്ങൾ പഠിക്കുകയും കുഞ്ഞു മനസ്സുകളിൽ ദൈവസ്നേഹം നിറയ്ക്കുന്നതിനും നിറ കണ്ണുകളോടെ ദൈവത്തിൽ സമർപ്പിച്ച് ഒരു ദിവസമെങ്കിലും പൂർണ്ണ മനസ്സോടെ ദൈവത്തെ ആരാധിക്കുന്നതിനും കുഞ്ഞുങ്ങൾക്ക് സാധിച്ചു. ഈ വർഷത്തെ VBS അതിമനോഹരമായി കുളമാക്കുന്നതിന് കോട്ടയത്ത് നിന്ന് പെൻഗ്വിനുകൾ ഇറക്കുമതി ചെയ്ത പാസ് വൈശ. ഇവർ തങ്ങളെ തന്നെ വിശേഷിപ്പിക്കുന്ന പേരുകളാണ്: ബ്രോയിലർ കോഴി, പൂവൻ കോഴി, പിടക്കോഴി, അടക്കോഴി. സ്വയം ഗായകർ എന്ന് വിശേഷിപ്പിക്കുകയും പാട്ടുകൾ പാടുമ്പോൾ യേശുദാസ് എന്നും ഡാൻസ് ചെയ്യുമ്പോൾ മൈക്കിൾ ജാക്സൺ എന്നുമാണ് ഇവർ ചിന്തിക്കുന്നത്. എങ്കിലും കാഴ്ചയിൽ പെൻഗ്വിനുകളുമായിട്ടാണ് സാദൃശ്യം തോന്നുന്നത്. സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന സഭയെ 2 ചേരികളായി തിരിച്ച ഡയറക്ടേഴ്സ്, ടീം ഹൽക്കും ടീം ക്യാപ്റ്റൻ മാർവലും വളരെ ആവേശത്തോടെ ഇരു ടീമിലെയും കുഞ്ഞുങ്ങൾ ഗെയിം കളിച്ചും വാക്യം പറഞ്ഞും പോയിന്റുകൾ കരസ്ഥമാക്കുകയും സംസാരിച്ച് എല്ലാ പോയിന്റുകളും നഷ്ടപ്പെടുത്തുകയുമാണ് ചെയ്തു വന്നത്. ടീം ഹൽക്ക് സംസാരത്തിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയുണ്ടായി. വീറോടും വാശിയോടും മത്സരം അവസാനിക്കുമ്പോൾ ടീം ഹൽക്കാണോ ടീം ക്യാപ്റ്റൻ മാർവലാണോ 1-ാം സ്ഥാനം കരസ്ഥമാക്കുന്നതെന്ന് ഏതാനും നിമിഷങ്ങൾക്കകം നമുക്ക് അറിയുവാനിടയാകും. അടുത്തതായി അനുമോദനങ്ങൾ. ഈ വർഷത്തെ ബെസ്റ്റ് ക്രിസ്ത്യൻ സിംഗറായി സാം ജോയൽ ബ്രദറിനെ തിരഞ്ഞെടുത്തു. കൊതിയാണപ്പ എന്ന പാട്ടിലൂടെയാണ് ഇദ്ദേഹം തന്റെ ഗായകനെ പുറത്തെടുത്തത്. സാം ജോയൽ ബ്രദറിന് വിക്ടോറിയസ് ഏജ് ചീനിവിള സഭയുടെ അഭിനന്ദനങ്ങൾ. നമ്മുടെ പ്രിയ പാസ്റ്റർ വൈശ ഓർഡിനേഷൻ ലഭിക്കുന്നതിന് അർഹനായിരിക്കുകയാണ്. ഒത്തിരി കടമ്പകൾ കടന്ന് വിജയം കൈവരിച്ച പാസ്റ്ററിന് വിക്ടോറിയസ് ക്രൈസ്റ്റ് ഏജിയുടെ അഭിനന്ദനങ്ങൾ. വധുവിന് ആവശ്യമുണ്ട്. പ്രൈസൻ എന്ന യുവാവ് വധുവിനെ തേടുന്നു. 6 അടി പൊക്കം, സുമുഖരമായ യുവാവ്, ബൈബിൾ പഠനത്തിൽ ബിരുദം നേടിയിട്ടുണ്ട്. പെൺകുട്ടികൾക്ക് വേണ്ട ഗുണങ്ങൾ: പ്രായം പ്രശ്നമില്ല, PSCയിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം, മിനിമം 1-ാം ക്ലാസ്സെങ്കിലും പാസ്സായിരിക്കണം. VBSന്റെ 1-ാം ദിനത്തിൽ ബ്രെഡ് കഴിച്ച് പല്ലുവേദനയെ തുടർന്ന് ബ്രദർ കിരണിനെ ആശുപത്രിയിൽ അഭയം തേടി. പ്രാഥമിക ചികിത്സ തേടിയെങ്കിലും നില ഗുരുതരമായതോടെ നെയ്യാർ മെഡിസിറ്റിയിൽ പ്രവേശിപ്പിച്ചു. കടിച്ചാൽ പൊട്ടാത്ത ബ്രെഡ് വാങ്ങി നൽകിയ പാസ്റ്ററിനെതിരെ ബ്രദർ കിരണിന്റെ ഭാര്യ ലിജിൻഷ പോലീസിൽ പരാതി നൽകി. തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് ലിജിൻഷയ്ക്ക് വാക്കു നൽകി. എന്നാൽ ഇതിനെ പ്രതിരോധിക്കുന്നതിനായി പാസ്റ്ററും കുടുംബവും അഡ്വക്കേറ്റ് ഫേവയിൽ നിന്നും നിയമോപദേശം നേടി. എന്നാൽ പല്ലിന്റെ കേസായതുകൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ തൂക്കുകയർ വരെ ലഭിക്കാമെന്ന കുറ്റമെന്നാണ് അഡ്വക്കേറ്റ് ഫേവ മാധ്യമങ്ങളോട് അറിയിച്ചത്. ഗെയിമിനിടയിൽ ടീച്ചേഴ്സ് കസേര മാറ്റി 8 പേർക്ക് പരിക്ക്. ഗെയിമിനിടയിൽ ടീച്ചേഴ്സ് കസേര എടുത്തു മാറ്റി ഏകദേശം 8ഓളം കുട്ടികൾ കാലുറയ്ക്കാതെ നടുതല്ലി വീഴുകയാണ് ഉണ്ടായത്. എന്നാൽ ഡയറക്ടേഴ്സിന്റെ നിർദ്ദേശപ്രകാരമാണ് കസേര മാറ്റിയതെന്നാണ് അധ്യാപക സംഘടന പ്രതികരിച്ചത്. കാൺമാനില്ല. 4 ദിവസം VBS ഗുണ്ടയായിരുന്ന ഡയറക്ടർ സ്നേഹയെ കാൺമാനില്ല. ഹൽക്ക് ടീം സീനിയേഴ്സ് കുട്ടികളുമായി അടികൂടിയതിനു ശേഷമാണ് കാണാതായത്. വെളുത്ത നിറം, 5.5 അടി പൊക്കം, അവസാനമായി നീല കളർ ഡ്രസ്സാണ് ധരിച്ചിരുന്നത്. എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അഡ്വക്കേറ്റ് ഫേവയെ അറിയിക്കുക. ആട്ടവും പാട്ടുമായി
അവസാനമായി കുട്ടികൾക്കൊപ്പം അധ്യാപകരും. കുട്ടികളെ പോലെ ചുറുചുറുക്കോടെ പാട്ടിനും ഡാൻസിനും ഗെയിമിനും ഒരു മടിയും കൂടാതെ മുന്നിൽ നിന്ന് അധ്യാപകർ. എന്നാൽ ടീച്ചേഴ്സ് മീറ്റിംഗിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ ഏറ്റവും പിന്നിലും ഇവർ തന്നെ. സ്റ്റാഫിനെ ആവശ്യമുണ്ട്. വിക്ടോറിയസ് ക്രൈസ്റ്റ് ഏരിയ ചീനിവളയിൽ സ്റ്റാഫിനെ ആവശ്യമുണ്ട്. കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം. സ്റ്റാഫിന് വേണ്ട ക്വാളിഫിക്കേഷൻസ്: കായലിൽ വെള്ളം വറ്റിക്കാനുള്ള കഴിവ്, കുട്ടയിൽ മണ്ണ് നിറയ്ക്കാനുള്ള കഴിവ്, തൊട്ടിയിട്ട് വെള്ളം കോരാനുള്ള കഴിവ്. ജോലി ആവശ്യമുള്ളവർ ബയോഡേറ്റയുമായി ഉണ്ണിയെ സമീപിക്കുക. മുട്ടക്കറിയിലെ കോഴിമുട്ട കാണാനില്ല. ബ്രദർ ജോബിനെ പിടികൂടി പാസ്റ്റർ ആന്റി. VVS കഴിഞ്ഞ് മുട്ടക്കറിയിലെ മുട്ട കാണാതായതോടെ സംശയം തോന്നിയ പാസ്റ്റർ ആന്റി പരിശോധനയിൽ ജോബിന്റെ പക്കൽ നിന്നും 5 കോഴിമുട്ട പിടികൂടി. തന്റെ ഗർഭിണിയായ ഭാര്യയെ കരുതി മാറ്റിയതെന്നാണ് ചോദ്യം ചെയ്യൽ പ്രതി കുറ്റം സമ്മതിച്ചു. ഒത്തുതീർപ്പാക്കുകയും ചെയ്തു. സ്പോർട്സ്. VVS ഗെയിമിനിടെ ഓട്ട മത്സരത്തിൽ ഡയറക്ടർ ബ്രദർ ഷിനോജിനെ കടത്തിവെട്ടി പാസ്റ്റർ വൈശാഖ്. അതോടൊപ്പം മറ്റ് വിജയികളായ പ്രജിത, ലിജിൻഷ, അഖില എന്നിവരെയും ഡയറക്ടേഴ്സ് അനുമോദിച്ചു. കാലാവസ്ഥ. ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യത ഉള്ളതിനാൽ എല്ലാവരും കരുതലോടെ ഇരിക്കുക. കഴിഞ്ഞ ദിവസം കോവളം ബീച്ചിൽ കറങ്ങാനായി പോയ ഡോറസ് ടീം മെമ്പേഴ്സ് ശക്തമായ കാറ്റിലും മഴയിലും അകപ്പെട്ടു. തിരച്ചിൽ ശക്തമായിട്ടുണ്ട്.